മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, ക്ഷമ ചോദിച്ചാൽ, ക്ഷമിക്കാൻ തയ്യാറായാൽ മനോഹരമായ എത്രയെത്ര ബന്ധങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന, ആവശ്യങ്ങൾക്ക് മാത്രം നമ്മിലേക്ക് വരുന്ന, തിരിച്ചൊരു സുഖവിവരങ്ങളും തിരക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധങ്ങളായാലും നമ്മൾ അവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെന്നാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാളെന്നു കൂടിയാണ്. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. നിങ്ങൾ ആർക്കെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കരുതലും സ്നേഹവും കൊടുത്താൽ നിങ്ങൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ആളുകളെ നഷ്ടമാവുന്നതോർത്ത് പേടിക്കരുത്. പേടിക്കേണ്ടത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അവനവനെ നഷ്ടമാകുന്നുണ്ടോ എന്നോർത്താണ്. ഒരു രക്ഷകൻ്റെയും വരവും കാത്തിരിക്കരുത്. നിങ്ങളല്ലാതെ നിങ്ങളുടെ രക്ഷയ്ക്ക് മറ്റാരുമില്ല. ഒരുപാട് ക്ഷമിച്ച ഒരു മനുഷ്യനെ പിന്നെയും നോവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഒരിക്കലും തിരിച്ചെടുക്കാൻ ആവാത്ത വിധം, ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം ആ മനുഷ്യൻ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയേക്കാം. സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് ഒരുപക്ഷെ മറ്റെന്തിനേക്കാളും നമ്മെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ മാത്രം സന്തോഷവാനായി ഇരിക്കുന്നു എന്നതല്ല, മറിച്ച് നിങ്ങൾ കാരണം മറ്റുള്ളവർ എത്രമാത്രം സന്തോഷവാന്മാരായി കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജീവിതത്തിൻ്റെ മനോഹാരിത. നമ്മുടെ ശരികളെ മാത്രം അംഗീകരിച്ച് ചേർത്ത് നിർത്തുന്നവരെയല്ല, നമ്മുടെ ചെറിയ തെറ്റുകളിൽ പോലും വെളിച്ചം കാണിച്ചു തരുന്നവരെ വേണം നാം കൂടെ ചേർത്ത് നിർത്തേണ്ടത്. ഒരു നിമിഷം കൊണ്ട് ജീവിതത്തെ അടിമുടി മാറ്റാൻ കഴിയില്ല. എന്നാൽ ഒരു നിമിഷത്തിൽ ചിന്തിക്കാതെ കൈക്കൊള്ളുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തെ സാരമായി ബാധിക്കും. വളരെ ചിന്തിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ദേഷ്യമോ നിരാശയോ മനസ്സിൽ വെച്ച് നടക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസ്സമാധാനമാണ്. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് തന്നെ പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാറ്റി നിർത്തിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം. ജീവിതം അത് നമ്മുടേതാണ്. അപ്പോൾ തീരുമാനവും നമ്മുടേതാകണം. ഏറ്റവും ധൈര്യം വേണ്ടത് വേണ്ടെന്ന് വയ്ക്കാനാണ്. ഏറ്റവും വലിയ തിരിച്ചറിവ് എന്നും തനിച്ചായിരിക്കുമെന്ന ബോധ്യമാണ്. ഏറ്റവും വലിയ കഴിവ് ഒറ്റയ്ക്ക് നടക്കാൻ കെൽപ്പുണ്ടാവുക എന്നതാണ്. മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ മാറി നിൽക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നമ്മൾ വെറും കോമാളികളായി പോകും. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും.